ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ അർബനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ് എല്ലാവരും ഒന്ന് റെഫർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അർബനൈസേഷന് കുറച്ച് ഭാഗം പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ അർബൻ പ്ലാനിങ് എന്താണെന്ന് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നഗരങ്ങളെ ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ, ക്ലാസ് 1 പട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് സേവനത്തിൻ്റെ അടിസ്ഥാനം, പ്രധാനപ്പെട്ട സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം ഒന്ന് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഭരണ പട്ടണങ്ങളാണ്. ഭരണപട്ടണങ്ങളും നഗരങ്ങളും എന്ന് പറയുന്നതാണ്. ഇതിൽ ഉന്നത ശ്രേണിയിലുള്ള ഭരണ ആസ്ഥാനങ്ങളെ സഹായിക്കുന്നവയാണ് ഭരണ നഗരങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ന്യൂഡൽഹി. അപ്പോൾ ഭരണ ആസ്ഥാനമാണത്. ആ ഭരണ ആസ്ഥാനത്തെ സഹായിക്കാൻ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു നഗരമാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. നമ്മുടെ ക്യാപിറ്റൽ അവിടെയാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ന്യൂഡൽഹി. അതേപോലെ ചണ്ഡീഗഡ്, ഭോപ്പാൽ, ഷില്ലോങ്, ഇത് മുതലായ നഗരങ്ങൾ അതാണ്. അതിന് ഭരണപട്ടണങ്ങളും നഗരങ്ങളും എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വ്യാവസായിക പട്ടണങ്ങൾ എന്ന് പറയുന്നത് വ്യവസായം, ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലങ്ങൾ പിന്നീട് നഗരങ്ങളായിട്ട് മാറുന്നതും അതിന് ചുറ്റിപ്പറ്റിയുള്ള പട്ടണങ്ങൾ നമ്മൾ വ്യാവസായിക പട്ടണങ്ങൾ എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? മുംബൈ, സേലം, കോയമ്പത്തൂർ, മോദിനഗർ, അതേപോലെ ജംഷഡ്പൂർ തുടങ്ങിയ വ്യവസായം പ്രാഥമിക ലക്ഷ്യമാക്കിയിട്ടുള്ള നഗരങ്ങളാണ് വ്യാവസായിക പട്ടണങ്ങൾ എന്നറിയപ്പെടുന്നത്. അതേപോലെ ഗതാഗത നഗരങ്ങളാണ് അടുത്തത്. ഇവ പ്രധാനമായും ഏതൊക്കെയാണ്? കണ്ട്ല പോർട്ടില്ലേ, കണ്ട്ല, കൊച്ചി, കോഴിക്കോട്, വിശാഖപട്ടണം തുടങ്ങിയ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന പോർട്ടുകൾ. അതുപോലെ തന്നെ ഏതൊക്കെയാണ്? അതേപോലെ ഇൻലൻഡ് വാട്ടർവേസ്, ഒന്ന് പോർട്ട് ആയിട്ട് ബന്ധപ്പെട്ട നഗരങ്ങൾ, അതേപോലെ ഇൻലൻഡ് വാട്ടർവേസ് ഉള്ള സ്ഥലങ്ങൾ, അതേപോലെ ഇറ്റാർസി, കട്നി, അതേപോലെ മുഗൾ സരായ്, ആഗ്ര, ദുലിയ, ഇതുപോലെ ഉൾനാടൻ ഗതാഗതത്തിൻ്റെ കേന്ദ്രങ്ങളായിരിക്കുന്ന ഗതാഗത നഗരങ്ങളുണ്ട്. അതേപോലെ വാണിജ്യ പട്ടണങ്ങൾ എന്ന് പറയപ്പെടുന്നതുണ്ട്. അതായത് വ്യാപാരത്തിനും വാണിജ്യത്തിനും പ്രസിദ്ധമായ നഗരങ്ങളാണ് ഈ വാണിജ്യ പട്ടണങ്ങളിൽ പെടുന്നത്. ഏതൊക്കെയാണ്? കൊൽക്കത്ത, സഹാരൻപൂർ, സത്ന. ഇതൊന്നും നിങ്ങൾ എക്സാമ്പിളായിട്ട് പഠിക്കില്ല. നമ്മൾ ഇതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ജോഗ്രഫി പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതൊക്കെയാണ്, ഏതൊക്കെ നഗരങ്ങൾ എന്തൊക്കെയാണ് ഫേമസ്, ഏതൊക്കെ ഇൻഡസ്ട്രി എവിടെയാണുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ ജോഗ്രഫി പഠിക്കുന്നതാണ്. പിന്നെ ഖനി നഗരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ധാതു സമ്പുഷ്ടമായ, അതായത് ഖനികൾ, മൈൻസുകൾ കാണപ്പെടുന്ന ഭാഗങ്ങൾ എന്തായിട്ട് മാറി? ഖനി നഗരങ്ങളായിട്ട് മാറി. എക്സാമ്പിൾ റാണിഗഞ്ച്, ജാറിയ, ദിഗ്ബോയ്, അങ്കലേശ്വർ, സിഗ്രൗളി മുതലായ പട്ടണങ്ങൾ. അതേപോലെ അടുത്ത ഗ്യാരിസൺ കണ്ടോൺമെൻറ്റ് നഗരങ്ങളാണ്. അത് എക്സാമ്പിൾ വരുന്നത് അംബാല, ജലന്ധർ, മഹ്വ, ബബിന, ഉദംപൂർ തുടങ്ങിയ പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിച്ച പട്ടണങ്ങളാണ്. ഗാരിസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മിലിറ്ററി ബേസ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. പ്രതിരോധ കേന്ദ്രങ്ങൾ പിന്നീട് വികസിച്ച് പട്ടണങ്ങളായതാണ്.
അതേപോലെ വിദ്യാഭ്യാസ നഗരങ്ങളുണ്ട്. ഇപ്പോൾ റൂർക്കി, IIT റൂർക്കി, വാരണാസി, അതേപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റി, ബിലാനി എന്ന് പറയുമ്പോൾ ഗോവയിലെ ബിറ്റ്സ് പിലാനി കോളേജുകളൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ വിദ്യാഭ്യാസ നഗരങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ സാംസ്കാരിക പട്ടണങ്ങൾ, അതായത് ഈ പ്രത്യേകിച്ച് കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ, ടെമ്പിൾസ്, അതുപോലെ കൾച്ചർ ഇമ്പോർട്ടൻസ് ഉള്ള പ്രദേശങ്ങളൊക്കെ വാരണാസി, മധുര, പിന്നെ അതേപോലെ മധുരൈ, പുരി, അജ്മീർ, പുഷ്കർ, തിരുപ്പതി, അങ്ങനത്തെ കുറേ നഗരങ്ങളുണ്ട്. ഇവിടെ എന്തായാലും മതപരവും സാംസ്കാരികവുമായ പ്രത്യേകതകളിലാണ് ഇവർ പ്രസിദ്ധമാവാൻ കാരണം. പിന്നെ വിനോദ നഗരങ്ങളുണ്ട്. വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൂറിസ്റ്റ് പർപ്പസിനുള്ളത് നൈനിതാൽ, മുസോറി, ഷിംല, ഊട്ടി, പിന്നെ അതേപോലെ ജയ്സാൽമീർ, പച്മാഹി, ജോധ്പൂർ, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ സെൻസസ്. അതായത് ഇന്ത്യയിലെ സെൻസസ് ഓരോ 10 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന സെൻസസ് ആയിരുന്നു 2011 സെൻസസാണ്. 2021 സെൻസസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ 2011 സെൻസസൊക്കെ പ്രകാരം ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളെ വിവിധ തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, 1961 സെൻസസിലാണ് അർബൻ എന്ന് പറയുന്നതിനൊരു ഡെഫിനിഷൻ കൊടുക്കുന്നതും അർബൻ എന്ന് പറയുന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ രൂപത്തിൽ ഒരു സെൻസസിൽ കാണപ്പെടുന്നത് 1961 സെൻസസിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ രൂപത്തിൽ അർബൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് പറയുന്നത്. ആ 1961 സെൻസസ് മുതൽ അങ്ങോട്ട് ഇപ്പോൾ ഇന്ന് വരെ പലതരത്തിൽ ഓരോ സെൻസസിലും ഡെഫിനിഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വന്ന് 2011 സെൻസസിലെ ഫൈനലായിട്ടുള്ള ഒരു ഡെഫിനിഷനും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ എന്ന് പറയുന്നതാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ എന്നാണ് ആദ്യം പറയുന്നത്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, കണ്ടോൺമെൻറ്റ് ബോർഡ്, നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി മുതലായ എന്നീ പറയുന്ന സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളെ നമ്മൾ എന്തായിട്ട് പറയുന്നുണ്ട്, എന്നീ സാധനങ്ങളുള്ള പട്ടണങ്ങളെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഓരോന്നും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കണ്ടോൺമെൻറ്റ് ബോർഡൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. കൂടുതൽ നമ്മൾ പഠിക്കുന്നത് ശരിക്കും പൊളിറ്റിയിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പിന്നെ പോരാത്തതിന് നമ്മളിതിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോർഡിൻ്റെ ഒരു ടോപ്പിക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാം, ഏതാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്. നമ്മുടെ സെൻസസ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കണ്ടോൺമെൻറ്റ് ബോർഡ്, നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി എന്നീ പറയുന്ന കാര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ ഈ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർപ്പറേഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർപ്പറേഷൻ വരുന്നത് എന്നാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നു 1687 ആദ്യമായിട്ട് മദ്രാസിൽ ഒരു കോർപ്പറേഷൻ നിലവിൽ വന്നു. ആരായിരുന്നു? ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 1726 കൽക്കട്ടയിലും അതേപോലെ നമ്മുടെ ബോംബെയിലും ഇതേപോലെ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, ഇതിനൊക്കെ മുന്നേ ഈ 1687 മുന്നേ, അതായത് 1664 ആദ്യമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ തന്നെ പറയാം, ഇന്ത്യ എന്ന് മാത്രമല്ല ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു മുനിസിപ്പാലിറ്റി വരുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയിലാണ്. നമ്മുടെ കേരളത്തിലെ ഫോർട്ട് കൊച്ചിയിലാണ് ആദ്യമായിട്ടൊരു മുനിസിപ്പാലിറ്റി വരുന്നത്. അതുണ്ടാക്കിയത് ആരായിരുന്നു വെച്ചാൽ ഡച്ചുകാരായിരുന്നു. മനസ്സിലായില്ലേ? ഡച്ചുകാരായിരുന്നു അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഡച്ചിൻ്റെ ആധിപത്യം നശിക്കുന്നതിനനുസരിച്ച് ഇത് പിന്നീട് പോയി. ഓക്കെ, അപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ആ ഒരു കാര്യം അറിഞ്ഞു വയ്ക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി കഴിഞ്ഞു. ഇനി ഇതേപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കണ്ടോൺമെൻറ്റ് ബോർഡ്, നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി എന്നീ പറയുന്ന സാധനങ്ങൾ എവിടെയുണ്ട് മുതലായ എന്നീ പറയുന്ന കാര്യങ്ങളുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് സെൻസസ് പട്ടണം. അപ്പോൾ ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി പട്ടണം, അടുത്തത് സെൻസസ് പട്ടണമാണ്. അതായത് ഈ പറയുന്ന 3 കണ്ടീഷൻസ് പാലിക്കപ്പെടുന്ന മറ്റെല്ലാ സ്ഥലങ്ങളുമാണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ സെൻസസ് പട്ടണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ പറയുന്ന കാറ്റഗറി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. സ്റ്റാറ്റ്യൂട്ടറി പട്ടണങ്ങൾ, ഇപ്പോൾ പറയാൻ പോകുന്ന സെൻസസ് പട്ടണങ്ങൾ. എന്താണ് സെൻസസ് പട്ടണ മാനദണ്ഡങ്ങൾ? ഒന്നെങ്കിൽ തൊട്ട് മുന്നത്തെ സെൻസസ്, അപ്പോൾ 2011 സെൻസസിലെ ഡെഫിനിഷൻ വരുമ്പോൾ തൊട്ട് മുന്നത്തെ സെൻസസ് എന്ന് പറയുമ്പോൾ 2001 സെൻസസ്. അപ്പോൾ തൊട്ട് മുന്നത്തെ സെൻസസിൽ
കുറഞ്ഞത് 5000 പേരുടെ ജനസംഖ്യ ഉണ്ടായിരിക്കണം. തൊട്ട് മുന്നത്തെ സെൻസസിൽ കുറഞ്ഞത് 5000 പേരുടെ ജനസംഖ്യയുള്ള ഒരു സ്ഥലമായിരിക്കണം. അതുകൂടാതെ 75% പ്രധാന പുരുഷ തൊഴിലാളികൾ, അതായത് ആ പ്ലേസിലെ ആ സ്ഥലത്തെ പുരുഷന്മാർ തൊഴിലാളി, അതായത് തൊഴിലെടുക്കുന്ന പുരുഷന്മാരുണ്ടായിരിക്കുമല്ലോ, അവരിൽ 75% കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതായത് കൃഷിയല്ലാത്ത മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരായിരിക്കണം എന്നാണ് പറയുന്നത്. കൃഷിയിലല്ലാതെ ഏർപ്പെടുന്ന സ്ഥലമായിരിക്കണം. അതേപോലെ കൂടാതെ മറ്റൊരു കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞത് 400 പേരുടെ ജനസാന്ദ്രത, അവിടെ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 400 പേരുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസസ് ടൗൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ കാറ്റഗറി, ഇതേ പറയുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് അർബൻ അഗ്ലോമറേഷൻസ്, നഗരസഞ്ചയങ്ങൾ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. എന്തായിരുന്നു? ഒന്നോ അതിലധികമോ പട്ടണങ്ങൾ അടങ്ങുന്ന തുടർച്ചയായ നഗരവ്യാപനമാണ്. കുറച്ചും കൂടി വലിയ ഡെഫിനിഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഒന്നോ അതിലധികമോ പട്ടണങ്ങൾ, ടൗണുകൾ അടങ്ങുന്ന ഒരു തുടർച്ചയായ നഗരവ്യാപനമാണ്. ഒരുമിച്ച് ഒരുപാട് ടൗണുകൾ കൂടുന്ന ഒരുമിച്ച് ഇങ്ങനെ ഒരു നഗരവ്യാപനത്തെയാണ്, ഒരു സ്പ്രെഡിനെയാണ് നമ്മൾ അർബൻ അഗ്ലോമറേഷൻസ് അഥവാ നഗരസഞ്ചയങ്ങൾ എന്ന് പറയുന്നത്. ഇതും അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. അർബൻ ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ അർബൻ ഗ്രോത്ത്, നഗര വളർച്ച എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പട്ടണത്തിൻ്റെ പരിധിക്ക് പുറത്ത് കിടക്കുന്ന, അതായത് ടൗണിൻ്റെ പരിധിക്ക് പുറത്ത് കിടക്കുന്ന റെയിൽവേ കോളനികൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, തുറമുഖ പ്രദേശങ്ങൾ തുടങ്ങി, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, തുറമുഖ പ്രദേശങ്ങൾ, റെയിൽവേ കോളനികൾ മുതലായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഉള്ള അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രധാന നഗരത്തിനോ പട്ടണത്തിനോ ചുറ്റുമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർബൻ ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ നഗര വളർച്ച എന്ന് പറയുന്നത്. അതായത് ടൗണിൽ നിന്ന്, ടൗണിൻ്റെ ആ ഒരു ഏരിയയ്ക്ക് പുറത്തേക്ക് ടൗൺ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് ഉദ്ദേശിക്കുന്നത് നഗര വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ പട്ടണത്തിൻ്റെ പരിധിക്ക് പുറത്ത് കിടക്കുന്ന റെയിൽവേ കോളനികൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, തുറമുഖ പ്രദേശങ്ങൾ തുടങ്ങി ഒരു പ്രധാന നഗരത്തിനോ പട്ടണത്തിനോ ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ഒരു പ്രധാന നഗരത്തിനോ പട്ടണത്തിനോ ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് എന്ത്? അർബൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ അർബൻ പോപ്പുലേഷൻ്റെ ഒരു കോമ്പോസിഷൻ എന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു അർബൻ ഇന്ത്യയിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2011 സെൻസസ് പ്രകാരം 31.16% ടോട്ടൽ അർബൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ടോട്ടൽ ഇന്ത്യൻ ജനസംഖ്യയിൽ 31.16% എന്താണ്? അർബൻ പോപ്പുലേഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അർബൻ ഇന്ത്യ എന്ന് പറയുന്നതുകൊണ്ട് ഡെഫിനേഷൻ കൊണ്ട് പറയുന്നത്. 31.1 എഴുതിയിട്ടുള്ളൂ. 31.16 ആണ് ശരിക്കും ഉള്ളത്. ഓക്കെ. ചിലതിലൊക്കെ നമ്മൾ 31.2 എന്നും കാണിക്കുന്നുണ്ട്. കാരണം ഈ 16നെ റൗണ്ട് ചെയ്ത് 2 എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാല്യൂ നോക്കി വയ്ക്കുക. അപ്പോൾ അത്തരം പോപ്പുലേഷനുള്ള, അതായത് ടോട്ടൽ അർബൻ പോപ്പുലേഷൻ ഇത്രയാണുള്ളത്. ഇതിൻ്റെ 14.4% എവിടെയാണ്? സെൻസസ് ടൗണുകളിലാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഈ ടോട്ടൽ അർബൻ പോപ്പുലേഷൻ്റെ 84.5% എവിടെയാണ് കാണപ്പെടുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ടൗണിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, കണ്ടോൺമെൻറ്റ് ബോർഡ്, അതേപോലെ നോട്ടിഫൈഡ് ടൗൺ ഏരിയ കമ്മിറ്റി, ഇത്തരം പ്രദേശങ്ങൾ കാണപ്പെടുന്ന ടൗണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ടൗൺ എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് അർബൻ പോപ്പുലേഷൻ കാണപ്പെടുന്നത്. നമ്മുടെ ടോട്ടൽ അർബൻ പോപ്പുലേഷൻ്റെ 84.5% കാണപ്പെടുന്നത് സ്റ്റാറ്റ്യൂട്ടറി ടൗണുകളിലാണ്. അതേപോലെ വെറും 1.14% മാത്രമേ ഇവിടെ ഔട്ട് ഗ്രോത്തുകളിൽ അല്ലെങ്കിൽ നഗരവ്യാപനത്തിൽ കാണപ്പെടുന്നുള്ളൂ. മനസ്സിലായി? നഗര വളർച്ചയിൽ കാണപ്പെടുന്നത് 1.14% ഓഫ് ടോട്ടൽ, അത്രേ കാണുന്നുള്ളൂ. ഇനി ഇതൊരു എണ്ണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് 2011 സെൻസസ് പ്രകാരം എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര സ്റ്റാറ്റ്യൂട്ടറി ടൗണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4041. ജസ്റ്റ് ഫോർ ഒരു ഇൻഫോർമേഷന് വേണ്ടി പറയുന്നതെന്നുള്ളൂ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് എണ്ണം കൂടുതൽ ഇതാണെന്നുള്ള ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞോളൂ. എണ്ണം കൂടുതൽ ഇവിടെയാണ്, എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ പോപ്പുലേഷൻ കൂടുതൽ എവിടെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ടൗണുകളിലാണ്. അപ്പോൾ 4041 സ്റ്റാറ്റ്യൂട്ടറി ടൗണുകൾ ഉണ്ട് ഇന്ത്യയിൽ ആസ് പെർ
2011 സെൻസസ്. ഓക്കെ, എത്ര സെൻസസ് ടൗണുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3894 സെൻസസ് ടൗണുകളുള്ളത്. ഓക്കെ, അതേപോലെ ഔട്ട് ഗ്രോത്തുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 981 മാത്രമേ ഉള്ളൂ. അതേപോലെ അർബൻ അഗ്ലോമറേഷൻസ് എന്ന് പറഞ്ഞു, നഗരസഞ്ചയങ്ങൾ എന്ന് പറഞ്ഞു, ഇത് വെറും 475 എണ്ണമേ ഉള്ളൂ. ഓക്കെ, ആ 2011 സെൻസസ് പ്രകാരം അങ്ങനെ ഒരു എണ്ണം കൂടിയും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അതായത് ഏറ്റവും കൂടുതൽ ഏതാ കുറവായ ഏതാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അത് നമ്മൾ പറഞ്ഞു സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അത്. ഇനി ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളുടെ മുനിസിപ്പൽ നിയമ വർഗീകരണം എന്ന്, അതായത് സെൻസസിൻ്റെ വർഗീകരണത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വർഗീകരണമാണ് മുനിസിപ്പൽ നിയമ വർഗീകരണം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതാണ്. അപ്പം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നഗരപഞ്ചായത്ത് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുക ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. അത് എന്തിൻ്റെ ബേസിസിലാണ്? മുനിസിപ്പൽ നിയമ വർഗീകരണത്തിൻ്റെ ബേസിസിലാണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സെൻസസ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മുനിസിപ്പൽ കോർപ്പറേഷൻ ഏകദേശം 3 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ളതാണ്. മനസ്സിലായില്ലേ? 3 ലക്ഷത്തിൽ കൂടുതൽ, അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യ ഉള്ളതിനാണ് നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ കോർപ്പറേഷനുകൾ എന്ന് വിളിക്കുന്നത്. 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ജനസംഖ്യ ഉള്ളതിനെയാണ് നമ്മൾ മുനിസിപ്പാലിറ്റി അഥവാ മുനിസിപ്പൽ കൗൺസിൽ എന്ന് വിളിക്കുന്നത്. 1 മുതൽ 3 ലക്ഷം വരെ, 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ജനസംഖ്യയുള്ളത്. ഇനി നഗർ പഞ്ചായത്ത് എന്ന് പറയുന്നത് 5000 മുതൽ 10000 വരെ ജനസംഖ്യ ഉള്ളതിനെയാണ് നമ്മൾ നഗർ പഞ്ചായത്ത് എന്ന് വിളിക്കുന്നത്. ഇതിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ലാർജർ അർബൻ ഏരിയാസ് ആയിരിക്കും. ലാർജർ അർബൻ ഏരിയാസിനെ ആയിരിക്കും നമ്മൾ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് സ്മോളർ അർബൻ ഏരിയാസ് ആയിരിക്കും. അതുപോലെ നഗർ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷനാണ്. റൂറൽ ഏരിയാസിൽ നിന്നും അർബൻ ഏരിയാസിലേക്കുള്ള ഒരു ട്രാൻസിഷണൽ സോണാണ് എന്ത് നഗർ പഞ്ചായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മുനിസിപ്പൽ കൗൺസിലുകളെ, അതായത് ഇപ്പം പറഞ്ഞു മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയുന്നത് 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ജനസംഖ്യകളാണ് നമ്മൾ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും വിഭജിച്ചിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അതായത് ക്ലാസ് 4 അഥവാ ഡി എന്ന് പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് പറയല്ലേ 10,000 മുതൽ 25,000 വരെ പോപ്പുലേഷൻ ഉള്ളതാണ്. കാരണം എന്താണ്? 10,000 വരെ പോപ്പുലേഷൻ ഉള്ളത് നമ്മൾ നഗർ പഞ്ചായത്താണെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 10,000-ന് മുകളിലേക്കാണ് ഇവിടെ വരുന്നത്, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡി ക്ലാസ് അഥവാ ക്ലാസ് 4 എന്ന് പറയുന്നത് 10,000 മുതൽ 25,000 വരെ ജനസംഖ്യയുള്ളതാണ്. ക്ലാസ് 3 എന്ന് പറയുന്നത് 25,000 മുതൽ 50,000 വരെ ജനസംഖ്യയുള്ളതാണ്. ക്ലാസ് 2 എന്ന് പറയുന്നത് 50,000 മുതൽ 1 ലക്ഷം വരെ. ക്ലാസ് 1 എന്താ പറയുക, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരമുള്ള മുനിസിപ്പാലിറ്റി 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഉള്ളതാണ്. 3 ലക്ഷത്തിൽ മുകളിലാണെങ്കിൽ അത് കോർപ്പറേഷനായി. 2011 സെൻസസിൽ തന്നെ കൊടുത്ത ഒരു ഡാറ്റയാണിത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇതിലിപ്പോൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ അതേപോലെ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞു. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് പ്രാതിനിധ്യ സ്ഥാപനങ്ങൾ, അതായത് ഇലക്ഷൻ വഴി നമ്മൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്ന ബോഡിയാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നതും മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷനുള്ള ഏതൊക്കെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ടൗണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിലിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി, ടൗൺ ഏരിയ കമ്മിറ്റി, ഡീറ്റെയിൽഡേയും പിന്നെ പറയുന്നതായിരിക്കും. ടൗൺ ഏരിയ കമ്മിറ്റി, നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അതായത് അത് പൂർണ്ണമായതോ അല്ലെങ്കിൽ ഭാഗികമായതോ ആയ ഒരു നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു ബോഡിയാണത്. മനസ്സിലായില്ലേ? കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി നോമിനേറ്റഡ് ബോഡി ആയിരിക്കും ഏത് ടൗൺ ഏരിയ കമ്മിറ്റി, ഈ നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി ഒക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. പക്ഷേ അതിനുശേഷം 74ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നല്ലോ. 74ാമത്തെ ഭരണഘടനാ ഭേദഗതി വന്നു 1992. ഇത് വന്നേ പിന്നെ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൗൺ ഏരിയ കമ്മിറ്റിയും അതേപോലെ നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റികളൊക്കെ എന്തായിട്ട് മാറി? ഈ പറഞ്ഞ രണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ബോഡികളുള്ള മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നഗർ പഞ്ചായത്തുകളോ
ആകേണ്ടതാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു അമെൻമെൻറ്റിൽ പറയുന്നുണ്ട്. നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി അതേപോലെ ടൗൺ ഏരിയ കമ്മിറ്റി വരുന്ന സാധനങ്ങൾ നോമിനേറ്റഡ് ആയിരുന്നു. അവ എന്തായിരിക്കണം, ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബോഡിയുള്ള എന്തായിട്ട് മാറണം, മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നഗരപഞ്ചായത്തുകളോ ആക്കേണ്ടതാണ് എന്ന് പറയുന്ന അതിന് അങ്ങനെ ഒരു ഡെസിഗ്നേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടി ഈ 74ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇനി നഗരവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തുകൊണ്ടൊക്കെയാണ് നഗരവൽക്കരണം അല്ലെങ്കിൽ അർബനൈസേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഒന്ന് സാമ്പത്തിക ഘടകങ്ങളാണ്, എക്കണോമിക് ഫാക്ടേഴ്സാണ്. ഒന്ന് നഗരപ്രദേശങ്ങൾ എന്താണ്, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും, അവിടെ ഉയർന്ന വേതനം ഉണ്ടാവും, മനസ്സിലായില്ല, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, അങ്ങോട്ട് കുടിയേറുന്നു. ഇപ്പോൾ നഗരങ്ങളിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ IT വ്യവസായത്തിൻ്റെ വളർച്ച. അപ്പോൾ IT ഇൻഡസ്ട്രീസ് ഉള്ള ഒരു ഭാഗമാണെങ്കിൽ കുറേ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നു, പതിയെ അവരവിടെ സെറ്റിൽ ആവുന്നു, അങ്ങനെ അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്നു. അപ്പോൾ അതൊരു അർബനൈസേഷന് കാരണമാകുന്ന ഒരു ഫാക്ടറാണ് സാമ്പത്തികമായ ഒരു ഘടകം. ഇനി സാമൂഹികമായ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. നഗരപ്രദേശങ്ങൾ എന്തായിരിക്കും, വിശാലമായ സാമൂഹികവും സാംസ്കാരികവുമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, നല്ല ഹോസ്പിറ്റലുകൾ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയായിരിക്കും, നമുക്ക് നല്ല സിറ്റികളിലും ടൗണുകളിലൊക്കെ ആയിരിക്കും. അതേപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, പാർക്കുകൾ, ഷോപ്പിംഗ് മാളുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഉല്ലാസപ്രദമായ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും, പതിയെ സിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ രാഷ്ട്രീയമായ ഘടകങ്ങൾ സംഭവിക്കാം. അപ്പോൾ സർക്കാർ നയങ്ങൾ നഗരവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചു. സർക്കാർ ഇറക്കിയ നമ്മൾ പഠിക്കും എന്തൊക്കെ സർക്കാർ നയങ്ങളായിരുന്നു അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കും. കുറച്ച് കാര്യങ്ങൾ ഞാൻ 5 ഇയർ പ്ലാനായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 5 ഇയർ പ്ലാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് മീൻസ് ഇതിൻ്റെ കാര്യങ്ങൾ അർബനൈസേഷനിൽ ബന്ധപ്പെട്ട 5 ഇയർ പ്ലാൻസിൻ്റെ ഡെവലപ്മെൻറ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സർക്കാർ നയങ്ങളൊക്കെ നഗരവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി സംരംഭം എന്താണെന്ന് നമ്മൾ പിന്നെ പറയും. അപ്പോൾ ഇന്ത്യയിലുടനീളമുള്ള 100 നഗരങ്ങളെ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി സംരംഭം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംരംഭം ഇതേപോലെ നഗരവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നുള്ളൂ. ഇനി പാരിസ്ഥിതികമായ ഘടകങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ ആളുകളെ സുരക്ഷയും സ്ഥിരതയും തേടി ഗ്രാമങ്ങളിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്ക് നയിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ 2022 ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങൾ ആഞ്ഞടിച്ച അസാനി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്, സൈക്ലോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തു പറ്റൂ, ആ കോസ്റ്റൽ ഏരിയകളിൽ നിന്ന് സ്ഥലം മാറ്റപ്പെട്ടു. അവരെ വീടുകളൊക്കെ പോയപ്പോൾ അവരവിടുന്ന് പതിയെ സ്ഥലം മാറേണ്ടി വന്നു. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പലരും നഗരപ്രദേശങ്ങളിലൊക്കെ കുടിയേറിയിട്ടുണ്ട്. മനസ്സിലാക്കുക, ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം ഒരു എക്സാമ്പിൾ മാത്രമാണ്. അങ്ങനത്തെ ഒരുപാട് പാരിസ്ഥിതികമായ ഘടകങ്ങൾ സംഭവിക്കാം. പിന്നെ അടിസ്ഥാന സൗകര്യ വികസനം, മെച്ചപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, മെട്രോ റെയിൽ പോലുള്ള മെച്ചപ്പെട്ട ഗതാഗത സംവിധാനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് നഗരപ്രദേശങ്ങളിലേക്കും തിരിച്ചും പോകുന്നത് എളുപ്പമാക്കി. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതൊക്കെ എളുപ്പമാക്കി. അങ്ങനെ പതിയെ നഗരപ്രദേശങ്ങളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി. അപ്പോൾ അങ്ങനെ പതിയെ ആൾക്കാർ അങ്ങോട്ട് മാറാൻ തുടങ്ങി. പിന്നെ ഉള്ളത് ജനസംഖ്യാപരമായ ഘടകങ്ങളാണ്. ഇന്ത്യയുടെ ജനസംഖ്യ സമീപ വർഷങ്ങളിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചൈനേനൊക്കെ ഇപ്പോൾ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇത് കാരണം കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, പാർപ്പിടവും മറ്റ് സേവനങ്ങളും തേടുന്നതിനാൽ നഗരപ്രദേശങ്ങളുടെ വളർച്ചയുടെ വേഗം കൂടുന്നു. മനസ്സിലായില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇവിടെ വന്ന് സെറ്റിലാവുന്നു. അവർ കൂടുതൽ വീടും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു, നഗരപ്രദേശങ്ങളുടെ വളർച്ചയുടെ വേഗവും കൂട്ടാൻ തുടങ്ങി. ഇനി നഗരവൽക്കരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണ്? പരിസ്ഥിതി നശിപ്പിക്കപ്പെടുന്നുണ്ട്. നഗരവൽക്കരണം ഉയർന്ന മലിനീകരണം, വനനശീകരണം, മണ്ണൊലിപ്പ് എന്നിവയിലേക്ക് നയിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ നഗരങ്ങളുടെ ദ്രുതഗതിയിലുള്ള വികാസം മലിനീകരണം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ. ഇനി ജനത്തിരക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ മേലുള്ള സമ്മർദ്ദവും. ജനത്തിരക്കും ഭയങ്കര പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ സമ്മർദ്ദം. അതായത് ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോരാതെ വരുന്നൊരവസ്ഥ വരും. ഉള്ളതിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തപ്പെടും.
ഇപ്പോൾ മുംബൈ, ഡൽഹി പോലുള്ള നഗരങ്ങൾ കുറഞ്ഞ ചിലവിലുള്ള ഭവനങ്ങളുടെ അതായത് മുംബൈ, ഡൽഹിയിലൊക്കെ താമസിക്കണമെങ്കിൽ, അവിടെ സിറ്റിയിലൊക്കെ പോയി താമസിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിലൊന്നും ആൾക്കാർക്ക് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും ചേരികളിലേക്ക് മാറ്റപ്പെടുന്നതും ചേരികളുടെ വളർച്ച വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ കുറഞ്ഞ ചിലവുള്ള വീടുകളുടെ അഭാവം ഉണ്ടായിരിക്കും അവിടെ. അതുപോലെ തന്നെ അപര്യാപ്തമായ പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ അവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ദോഷമായ ഫലമാണ്. പിന്നെ കാർഷിക ഭൂമിയിലുണ്ടാകുന്ന കുറവ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഫലഭൂയിഷ്ടമായ കാർഷിക ഭൂമി റിയൽ എസ്റ്റേറ്റ് ആക്കി മാറ്റുന്നത് കാരണം, അങ്ങനെ മാറ്റപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. അത് എന്തായി, കാർഷിക ഉൽപ്പാദനം കുറയാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ കാർഷിക ഭൂമിയിൽ ഉണ്ടാകുന്ന കുറവാണ്. കാരണം കൂടുതൽ ആൾക്കാർ വരുമ്പോൾ കൂടുതൽ വീടുകൾ ഉണ്ടാക്കേണ്ടി വരും. പതിയെ കാർഷിക ഭൂമിയൊക്കെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് മാറാൻ തുടങ്ങി. ഇനി പറയാനുള്ളത് വിഭവങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യതയിലെ അസമത്വം. വിഭവങ്ങളുടെയും റിസോഴ്സസിൻ്റെയും സർവീസസിൻ്റെയും ലഭ്യതയിലെ അസമത്വം. നഗരവൽക്കരണം എന്ത് സംഭവിച്ചു? ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ലഭ്യതയിൽ നിലവിലുള്ള അസമത്വങ്ങൾ വർദ്ധിപ്പിച്ചു. ഓൾറെഡി അസമത്വങ്ങളുണ്ടാവും, ഉള്ള സാധനങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഉദാഹരണം പറയുകയാണെങ്കിൽ മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലെ ചേരി നിവാസികൾക്ക് പലപ്പോഴും അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെയുള്ള പൈസ, താമസിക്കാനുള്ള വീടിൻ്റെയൊക്കെ പൈസ കൂടുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ആൾക്കാരുണ്ടായത് മാറും, ചേരിയിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ചേരി നിവാസികൾക്ക് എന്തില്ലാതാവുന്നു? അവർക്ക് മറ്റ് ഏരിയയിലെ ആൾക്കാരെ പോലെ അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസോ ബേസിക് നെസസിറ്റീസോ ഒന്നും കിട്ടാതെ, ഒരു അടിസ്ഥാന സേവനങ്ങളൊന്നും ലഭ്യമല്ലാത്ത ഒരവസ്ഥ വരുന്നതായി. പിന്നെ ഗതാഗതക്കുരുക്കും വായുവിൻ്റെ ഗുണനിലവാര തകർച്ചയും. വാഹനങ്ങളുടെ എണ്ണം കൂടുകയാണ്, അത് വർദ്ധിക്കുന്നതനുസരിച്ച് പൊല്യൂഷൻ കൂടി, എയർ പൊല്യൂഷൻ കൂടുകയാണ്. ഓക്കെ, നഗരപ്രദേശങ്ങളിലേക്കുള്ള ഗതാഗത കുരുക്കും മറ്റേ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നു. വായു മലിനീകരണമൊക്കെ സംഭവിക്കുന്നു. ഇനി ജൈവ വൈവിധ്യത്തിൻ്റെ തകർച്ചയെ കുറിച്ച് പറയുകയാണെങ്കിൽ നഗരവൽക്കരണം എന്ത് സംഭവിച്ചു? നഗരവൽക്കരണം കാരണം സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു, കൃഷി സംബന്ധമായ വെറ്റ്ലാൻഡുകൾ, പാഡി ഫീൽഡുകളൊക്കെ നശിപ്പിക്കപ്പെടുന്നു. അത് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കപ്പെടുന്നു. അവിടെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻസൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരു ബയോഡൈവേഴ്സിറ്റി തകർച്ച നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഒരു 5-6 മാസം മുന്നത്തെ പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ജോഷിമഠ് എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജോഷിമഠ് ഇത് ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ്. ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് ജോഷിമഠ് എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പറിൽ കാരണം ഇതിൻ്റെ നിലം ഇങ്ങനെ താഴ്ന്നു പോവുക, സബ്സിഡൻസ് എന്നൊക്കെ പറയും. അത് ജോഗ്രഫിയിലാണ്, അതിൻ്റെ റീസൺസൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ നിലം താഴ്ന്നു പോവുക, വീടുകളൊക്കെ ചുമരൊക്കെ വിണ്ടു പോവുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഫോട്ടോസായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസണായിട്ട് പറയുന്നത് ഒരു അൺസയൻറ്റിഫിക്കായിട്ട്, അശാസ്ത്രീയമായിട്ട് അവിടെ കെട്ടിടങ്ങളും ഒക്കെ കെട്ടിപ്പൊക്കുന്നതും അത് പതിയെ അശാസ്ത്രീയമായ ഒരു നഗരമായി മാറിയതിൻ്റെയൊക്കെ ദോഷഫലങ്ങളാണ് ജോഷിമഠിൽ ഇപ്പോൾ അനുഭവിക്കുന്നത്. അവിടെ വീടുകളൊന്നും ആൾ താമസം ഇല്ലാണ്ടാവുന്നതൊക്കെ നിങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നഗര ആസൂത്രണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നഗര ആസൂത്രണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഒരു നഗരം ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ദോഷഫലം എന്ന് പറയുന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ജോഷിമഠിൻ്റെ എക്സാമ്പിൾ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടുത്തെ ദുരന്ത ഫലങ്ങൾ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അർബൻ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നഗരാസൂത്രണം എന്ന് നോക്കാം. ഇതുവരെ ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ എന്താണ് നഗരാസൂത്രണം? വാട്ട് ഈസ് അർബൻ പ്ലാനിങ്? മെച്ചപ്പെട്ട ജീവിത സൗകര്യം പ്രദാനം ചെയ്യത്തക്ക രീതിയിൽ നഗരഘടകങ്ങളുടെ ക്രമീകരണം മുൻകൂട്ടി നിശ്ചയിക്കുന്ന പരിപാടിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച് അത് നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അർബൻ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ് നഗരഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, ഒരു നഗരത്തിലെ
ആവാസ കേന്ദ്രങ്ങൾ, സേവന കേന്ദ്രങ്ങൾ, അവിടുത്തെ വിദ്യാലയങ്ങൾ, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, കെട്ടിടങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ചുറ്റുപാടുകൾ, ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ഒരു നഗരത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പറയുന്ന ഇത്രയും ഘടകങ്ങളുടെയൊക്കെ ക്രമീകരണങ്ങൾ അതെങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് നടപ്പിലാക്കി പ്ലാൻ ചെയ്ത് എന്ത് പറയണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നഗരാസൂത്രണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരം വിവിധ ഘടകങ്ങളെ ശരിയായ വിധത്തിൽ ചിട്ടപ്പെടുത്തി മനോഹരവും സൗകര്യപ്രദവുമായി ചുരുങ്ങിയ ചിലവിൽ മികവുറ്റതാക്കിയെടുക്കുന്ന ആസൂത്രണ പ്രക്രിയയാണ് എന്ത് നഗരാസൂത്രണം എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് നമുക്കത് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പ് എന്നാണ് ആസൂത്രണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഫ്യൂച്ചറിലേക്കുള്ള കാര്യമാണ്. ഭാവിയിലേക്കുള്ള ഉപയോഗവും സൗകര്യപ്പെടുത്തലും കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നഗരത്തെ സംവിധാനം ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നഗരമാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. അല്ലാതെ ജോഷിമഡ് പോലെ നമുക്ക് നാളെ താമസിക്കാൻ യോഗ്യമല്ലാതായി പോകുന്ന ഒരു എന്താ പറയുക ഒരു സംഭവമായി തീരാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഉദ്ദേശം കൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നഗരം ആസൂത്രണം ചെയ്യേണ്ടത്. അതേപോലെ നഗരത്തിൻ്റെ വലിപ്പം, അതിൻ്റെ പ്രത്യേകതകൾ, പ്രാധാന്യം, പ്രശ്നങ്ങൾ, പരിമിതികൾ തുടങ്ങിയ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ആസൂത്രണം. കാരണം ഇപ്പോൾ ഇവിടെ പരിമിതി എന്ന് പറയുമ്പോൾ തന്നെ ഈ ജോഷിമഠിൻ്റെ എക്സാമ്പിൾ പറയാൻ തന്നെ അവിടുത്തെ റോക്കുകളൊക്കെ വളരെ എന്താ പറയുന്നത് കട്ടി കുറഞ്ഞ റോക്കുകളാണ്. അപ്പോൾ അവിടെയൊന്നും അധികം കെട്ടിടങ്ങളൊന്നും കെട്ടിപ്പൊക്കാൻ പറ്റാത്തതാണ്. അതിന് ഓൾറെഡി സ്റ്റഡികളൊക്കെ പണ്ട് നടന്നതാണ്. അപ്പോൾ പക്ഷേ ആ പരിമിതികളൊന്നും എന്തിലേക്ക് വന്നില്ല, വെളിച്ചം കണ്ടില്ല. ആ കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് എന്തിലേക്ക് നയിക്കുന്നത്, ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ പരിമിതികൾ, ഒരു പ്രദേശത്തിൻ്റെ പരിമിതികളും പ്രശ്നങ്ങളും പ്രാധാന്യവും അവിടുത്തെ പ്രത്യേകതകളും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം ആസൂത്രണം നടപ്പിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ആർട്ട്, ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് ഒരു നഗരാസൂത്രണം എന്ന് പറയുന്നത്. അതായത് നഗരത്തെ സംബന്ധിച്ച വസ്തുതകളുടെ സമാഹരണം, വിശകലനം. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇപ്പോൾ ജോഷിമൻ്റെ എക്സാമ്പിളാണ്, അവിടുത്തെ റോക്ക് കട്ടി കുറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നതൊക്കെ നമുക്ക് എന്ത് സയൻസായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ നഗരത്തെ സംബന്ധിച്ച വസ്തുവകകളുടെ സമാഹരണം, അതിൻ്റെ വിശകലനം, അവയെ പരസ്പരം ബന്ധപ്പെടുത്തൽ എന്നിവയൊക്കെ ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വസ്തുതകളെയൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ ചിട്ടപ്പെടുത്തണം. അങ്ങനെ ചിട്ടപ്പെടുത്തിയതിന് ശേഷം ആ ഒരു നഗരത്തെ മനോഹരമാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിലൊരു കലാപരമായ സംഗതിയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നഗരം രൂപകൽപ്പന ചെയ്യുമ്പോഴോ നിലവിലുള്ളവയെ ആവശ്യങ്ങൾക്കനുസരിച്ച് ശക്തിപ്പെടുത്തുമ്പോഴോ, അതായത് പുതിയൊരു നഗരം രൂപകൽപ്പന ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു നഗരത്തെ നമുക്ക് ആവശ്യാനുസരണം അതിനെ ശക്തിപ്പെടുത്തുമ്പോഴോ കലയെയും ശാസ്ത്രത്തെയും വേർതിരിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം അവിടെ സംഭവ്യമല്ല. അതായത് രണ്ടിനെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക്, അതായത് രണ്ടിനെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് നഗരാസൂത്രണം എന്ന് പറയുന്നത്. ഇവ രണ്ടും വേണ്ടത്ര അളവിൽ ഒത്തുചേർന്നാൽ മാത്രമേ നല്ലൊരു നഗരം സൃഷ്ടിക്കാനാവൂ. അതുകൊണ്ട് തന്നെ എന്താണ് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, ഭൂമിശാസ്ത്രം, പരിസ്ഥിതി ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയെല്ലാം സമന്വയിപ്പിക്കണം. അങ്ങനെ മാത്രമേ അങ്ങനത്തെ ഒരു മേഖലയാണ് എന്താ പറയുക നഗരാസൂത്രണം എന്ന് പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നഗരാസൂത്രണം ഇന്ത്യയിൽ എങ്ങനെയാണ് നഗരാസൂത്രണത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ നഗരാസൂത്രണത്തിൽ ഇന്ത്യക്ക് നീണ്ട ഒരു പാരമ്പര്യം തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന മോഹൻജൊദാരോ, ഹാരപ്പ എന്നിവ പുരാതന കാലത്ത് ആസൂത്രണം ചെയ്ത നഗരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ മുഗൾ ഭരണകാലത്ത് നഗരവികസനം തലസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അകലെയുള്ള ഗ്രാമങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ, സൈനിക സുരക്ഷാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വികസനം സാധ്യമായി. ഷാജഹാൻ പണി കഴിപ്പിച്ച ഷാജഹാനാബാദ് ഇപ്പോൾ ഡൽഹി എന്നറിയപ്പെടുന്നു. ഷാജഹാൻ പണി കഴിപ്പിച്ച ഷാജഹാനാബാദ്, അതേപോലെ രാജാ സവായ് ജയ്സിംഗ് പണി കഴിപ്പിച്ച ജയ്പൂർ എന്നിവയൊക്കെ അക്കാലത്തെ നഗരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്, പ്ലാൻഡ് സിറ്റീസിന് ഉദാഹരണങ്ങളാണ്.
അതേപോലെ ന്യൂഡൽഹി, ബോംബെ, മദ്രാസ്, അലഹബാദ്, ലാഹോർ, നാഗപ്പൂർ തുടങ്ങിയ പ്രവിശ്യാ തലസ്ഥാനങ്ങൾ, അതുപോലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക നഗരങ്ങൾ, അതുപോലെ സുഖവാസ നഗരങ്ങൾ, സിംല, നൈനിറ്റാൽ, ഊട്ടിയൊക്കെ സുഖവാസ കേന്ദ്രങ്ങളാണ്. അത്തരം നഗരങ്ങളൊക്കെ ഈ പറയുന്നതൊക്കെ തുടങ്ങിയവ ബ്രിട്ടീഷ് ഭരണകാലത്തെ നഗരാസൂത്രണത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ഇന്ത്യയുടെ ജസ്റ്റ് ഒരു ചരിത്രം പറഞ്ഞാണ്. ഇനി ഇന്ത്യയിലെ ആധുനിക നഗരാസൂത്രണത്തെക്കുറിച്ച് പറയുമ്പോൾ 1914 പെറ്റ്ലൻഡ് പ്രഭുവിൻ്റെ ക്ഷണം, അത് ലോർഡ് പെറ്റ്ലൻഡ്, അത് ആ പ്രഭുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിലെത്തിയ പാട്രിക് ഗഡസ് എന്ന് പറയുന്ന വ്യക്തി, പാട്രിക് ഗഡസ് മദ്രാസ് സിറ്റിയുടെയും മദ്രാസ് പ്രസിഡൻസിയിലെ മറ്റ് പ്രധാന പട്ടണങ്ങളുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും അതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും പ്രദർശനങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ പറയുന്ന വ്യക്തി മദ്രാസ് പട്ടണങ്ങളെക്കുറിച്ച്, മദ്രാസ് സിറ്റിനെ കുറിച്ചും മദ്രാസ് പ്രസിഡൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും അതിനെക്കുറിച്ചുള്ള സ്പീച്ചും കാര്യങ്ങളൊക്കെ നടത്തി, പ്രദർശനങ്ങളൊക്കെ നടത്തി സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ആധുനിക നഗരാസൂത്രണത്തിന് തുടക്കം കുറിച്ച ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന ഈ വ്യക്തി ചെയ്ത ഈ ഒരു കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ലോകയുദ്ധ കാലഘട്ടത്തിന് ശേഷം നഗരാസൂത്രണ പ്രവർത്തനങ്ങൾ വിശാലമായി നടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ യുദ്ധാടിസ്ഥാനത്തിൽ കുറേ ആൾക്കാർ സ്ഥലം വിട്ടുപോയി, മൈഗ്രേറ്റ് ചെയ്തു, റെഫ്യൂജീസായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നാട് വിട്ടുപോയി. അങ്ങനെ സ്ഥലം വിട്ടുപോകുന്നവരുടെ പുനരധിവാസത്തിൻ്റെ ആവശ്യകതകൾ, അതേപോലെ വ്യവസായവൽക്കരണം, വൻതോതിൽ നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വയം പര്യാപ്തമായ ഒട്ടേറെ നഗരങ്ങൾ സ്ഥാപിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഇനി അഭയാർത്ഥികളുടെ നഗരമായ നീലോഖേരി, ഫരീദാബാദ്, വ്യവസായ നഗരങ്ങളായ ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ, സിന്ദ്രി, വൻ നഗരങ്ങളായ ബോംബെ, കൽക്കട്ട, ഈ പറയുന്ന എല്ലാം എങ്ങനെ നിർമ്മിക്കപ്പെട്ടവയാണ്? മനസ്സിലായില്ലേ? ഓരോരോ കാലഘട്ടത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ നിർമ്മിക്കപ്പെട്ടവയാണ്. ഓക്കെ ആണല്ലോ. ഇതിനു പുറമെ പുതുതായി രൂപം കൊള്ളുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി തലസ്ഥാന നഗരികളും വികസിപ്പിച്ചെടുത്തു. ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ഗാന്ധിനഗറൊക്കെ അത്തരം സ്റ്റേറ്റ് ക്യാപിറ്റൽസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ അല്ലേ? ഇനി നഗരാസൂത്രണത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നഗരാസൂത്രണം ഒരു സംസ്ഥാന വിഷയമായതിനാൽ, ഇന്ത്യയിൽ എന്താണ് നഗരാസൂത്രണം എന്ന് പറയുന്നത്, അതായത് അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. നമ്മൾ 7th ഷെഡ്യൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ 7th ഷെഡ്യൂളിലെ പറയുന്നതാണ് എന്ത്, ഈ സ്റ്റേറ്റ്സ്, അതിലെ സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ് ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യമാണ് എന്ത് പറയുന്നത്, നഗരാസൂത്രണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, വിഷയമായതിനാൽ ഓരോ സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും തനതായ നഗരഗ്രാമാസൂത്രണ വികസന നയങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ സംസ്ഥാനം അതേപോലെ യൂണിയൻ ടെറിട്ടറി ഒക്കെ ഓരോ സംസ്ഥാനങ്ങളും അവരുടേതായ രീതിയിലുള്ള നഗരഗ്രാമാസൂത്രണ വികസന നയങ്ങൾ, പോളിസീസുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി ഈ നഗരഗ്രാമാസൂത്രണ വികസനത്തിൻ്റെ കേന്ദ്ര സമിതി അല്ലെങ്കിൽ കേന്ദ്ര ബോഡി അല്ലെങ്കിൽ അപ്പെക്സ് ബോഡി എന്നൊക്കെ അറിയപ്പെടുന്നത്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷൻ. നമ്മൾ 5 ഇയർ പ്ലാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നഗരഗ്രാമാസൂത്രണ വികസനത്തിൻ്റെ കേന്ദ്ര സമിതി, അപ്പെക്സ് ബോഡിയായ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ തയ്യാറാക്കിയിട്ടുള്ള മാതൃകാ നിയമം സംസ്ഥാനങ്ങളുടെ നയരൂപീകരണത്തിന് മാർഗരേഖയായി വർത്തിക്കുന്നു. ഓക്കെ ആണല്ലോ? ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ. ഇത് ഇന്നും നിലനിൽക്കുന്ന ഒരു ബോഡിയാണെന്നൊക്കെ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1962 2 ബോഡീസ് ഓൾറെഡി ഉണ്ടായിരുന്നത് മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടായത്. ഇത് ഇന്നും നിലനിൽക്കുന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് അപ്പെക്സ് ബോഡി, നഗരഗ്രാമാസൂത്രണ വികസനത്തിൻ്റെ അപ്പെക്സ് ബോഡി എന്നറിയപ്പെടുന്ന ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതെന്ത് തയ്യാറാക്കിയിട്ടുണ്ട്? ഒരു മോഡൽ ആക്ട് തയ്യാറാക്കിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ആ മോഡൽ ആക്ട് പ്രകാരമാണ് സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നത്, നയരൂപീകരണത്തിന് മാർഗരേഖയായിട്ട് വർത്തിക്കുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കേന്ദ്രത്തിൽ
കേന്ദ്രത്തിൽ, അതായത് സെൻട്രൽ യൂണിയനിൽ ആരാ നോക്കുന്നത്? നഗരകാര്യ തൊഴിൽ മന്ത്രാലയം എന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്ട്രി ഉണ്ട്, നഗരകാര്യ തൊഴിൽ മന്ത്രാലയം. ആ മിനിസ്ട്രിയാണ് ഈ പറയുന്ന പ്രധാനമായിട്ടും നഗരാസൂത്രണ വികസന വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സെൻട്രൽ നഗര തൊഴിൽ മന്ത്രാലയമാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കും. ഇനി ഈ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിന് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നുണ്ട്. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷനും അതുപോലെ ഈ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിന് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നുണ്ട്, വേണ്ട ഉപദേശങ്ങളും സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ദേശീയ തലത്തിൽ നാഷണൽ ലെവലിൽ ആവശ്യമായ പോളിസി മേക്കിംഗ്, അതേപോലെ പദ്ധതി വിഹിതം, ഓരോ പദ്ധതിക്കും വേണ്ട ആ ഒരു എത്ര പറയുന്നത് ഡെവല്യൂഷൻ എന്നൊക്കെ പറയാം നമുക്ക്, ആ പദ്ധതി വിഹിതം അത് അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അവലോകനം, അന്തർ സംസ്ഥാന പദ്ധതികളുടെ രൂപീകരണം എന്നിവയാണ് കേന്ദ്ര തലത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ. അപ്പോൾ കേന്ദ്രത്തിൽ എന്തൊക്കെയായിരുന്നു? നയരൂപീകരണം, പോളിസി മേക്കിംഗ്, പദ്ധതി വിഹിതം അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ, അതേപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അവലോകനം, അത് നമ്മൾ റിവ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ അന്തർ സംസ്ഥാന പദ്ധതികളുടെ രൂപീകരണം, ഓരോ സ്റ്റേറ്റിന് വേണ്ടിയുള്ള പദ്ധതികളുടെ അതിൻ്റെ രൂപീകരണ കാര്യങ്ങൾ, ഇതൊക്കെ കേന്ദ്ര തലത്തിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഓർഗനൈസേഷനാണ്. ഇനി സ്റ്റേറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നഗര ഗ്രാമാസൂത്രണ നിയമങ്ങളുടെ, നേരത്തെ പറഞ്ഞൊരു മോഡൽ ആക്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നഗര ഗ്രാമാസൂത്രണ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആസൂത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇനി പ്രാദേശിക ജില്ലാ സംസ്ഥാന വികസന രൂപരേഖകൾ തയ്യാറാക്കുക. പ്രാദേശിക ജില്ലാ സംസ്ഥാന ആ ഒരു ലെവലിൽ വികസന രൂപരേഖകൾ തയ്യാറാക്കുക, ആക്ഷൻ ഏരിയ പ്ലാൻ ആവിഷ്കരിക്കുക, കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പിലാക്കുക, സംസ്ഥാന തലത്തിൽ നയങ്ങളും തന്ത്രങ്ങളും രൂപീകരിക്കുക. ഇതൊക്കെയാണ് സംസ്ഥാന നഗര ഗ്രാമാസൂത്രണ വകുപ്പുകളുടെ ചുമതലയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ ഓരോ ലെവൽ, നാഷണൽ ലെവൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, സംസ്ഥാന ലെവലിൽ നോക്കുന്നുണ്ട്, സംസ്ഥാനത്തിൻ്റെ കാര്യം എടുത്ത് അതിൽ ലോക്കൽ ലെവലിൽ, നമ്മൾ അർബൻ ലെവലിൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഓരോരോ കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രാദേശിക തലത്തിൽ അതത് പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ വികസന അതോറിറ്റികൾക്കോ ആണ് പ്രദേശത്തിൻ്റെ ആസൂത്രിത വികസനത്തിന് ചുമതലയുള്ളത്. ആ പ്രദേശത്തിൻ്റെ ആസൂത്രിത വികസനത്തിന് ചുമതലയുള്ളത് അത് അത്തരം ഭരണകൂടങ്ങൾക്ക്, പ്രാദേശിക തലത്തിലുള്ള ഭരണകൂടങ്ങൾക്കാണ്. ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭരണഘടന പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു ഭരണഘടനാ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്. അതായത് 74ാമത്തെ ഭരണഘടനാ ഭേദഗതി 1992 വഴി വന്നതാണ് ഭാഗം 9A അല്ലേ? ഭാഗം 9ഉം ഭാഗം 9Aയും. അപ്പോൾ ഈ ഭാഗം 9A എന്ന് പറയുന്നതാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഭാഗം. മുനിസിപ്പാലിറ്റീസിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം 9A വന്നിരിക്കുന്നത് 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഈ ഭാഗം 9A ആരംഭിക്കുന്നത് ആർട്ടിക്കിൾ എത്രയാണ്? 243P വഴിയാണ്. 243P ക്യാപിറ്റൽ Pയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെയുള്ളത് ഭാഗം 9ലാണ്, പഞ്ചായത്തിൻ്റെ ഭാഗത്താണ് കിടക്കുന്നത്. ഭാഗം 9A മുനിസിപ്പാലിറ്റിയിലാണ് ആർട്ടിക്കിൾ 243P വഴി P മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 74ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രകാരമാണ്. അപ്പോൾ ഈ ഭാഗം 9Aയിലെ ആർട്ടിക്കിളാണ് 243W എന്ന് പറയുന്നത്. ഇതിലാണ് എന്ത് പറയുന്നത്? സ്കെഡ്യൂൾ 12നെ കുറിച്ച് പറയുന്നത്. മനസ്സിലായി? നമ്മൾ ഓരോ സ്കെഡ്യൂളുകളുണ്ട്, പട്ടികകളുണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്കെഡ്യൂൾ 12 പറയുന്നത് ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ്? 243W കീഴിലാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? മുനിസിപ്പാലിറ്റികളെ കുറിച്ചുള്ളതാണ്. മുനിസിപ്പാലിറ്റികളുടെ ഓരോ അധികാരങ്ങൾ, അതായത് അവരെ സബ്ജക്റ്റുകൾ ഏതിലൊക്കെയാണ് അവർ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നതാണ് ഈ സ്കെഡ്യൂൾ 12. ആ 12ലെ ആദ്യത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അർബൻ പ്ലാനിംഗ് ആണ്. മനസ്സിലായില്ലേ? ഇൻക്ലൂഡിങ് ടൗൺ പ്ലാനിങ്. എന്താണ്? അർബൻ പ്ലാനിംഗ് ഇൻക്ലൂഡിങ് ടൗൺ പ്ലാനിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്കെഡ്യൂൾ 12 ഫസ്റ്റ് സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്, ഒന്നാമത്തെ വിഷയമായിട്ട് കൊടുത്തിരിക്കുന്നത് നഗരാസൂത്രണമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് ആർട്ടിക്കിൾ 243ZD എന്ന് പറയുന്നതൊക്കെ പാർട്ട് 9Aയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 243ZD എന്ന് പറയുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റി അഥവാ
ഡിസ്ട്രിക്റ്റ് പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി അഥവാ ജില്ലാ ആസൂത്രണ കമ്മിറ്റിനെ കുറിച്ച് പറയുന്നത് ഈ ഒരു പറയുന്ന ആർട്ടിക്കിളിലാണ്. ഈ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോമൺ ആയിട്ടാണ് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ജില്ലാ ആസൂത്രണ സമിതികൾ ആവശ്യമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിളാണ്. ജില്ലയുടെ നഗര ഗ്രാമപ്രദേശങ്ങളുടെ സംയോജിതമായ മനസ്സിലായോ എന്താ പറയുക ഇൻ്റഗ്രൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ആസൂത്രണത്തിൻ്റെ ചുമതല ജില്ലാ ആസൂത്രണ സമിതികൾക്കായിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ജില്ലയുടെ നഗര ഗ്രാമപ്രദേശങ്ങളുടെ സംയോജിത ആസൂത്രണത്തിൻ്റെ ചുമതല ജില്ലാ ആസൂത്രണ സമിതികൾക്കായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ പങ്കിടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന പൊതു താല്പര്യമുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം നിർണായകമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു ഡ്രാഫ്റ്റ് വികസന പദ്ധതി, ഒരു ഡ്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് പദ്ധതി ഈ ജില്ലാ ആസൂത്രണ സമിതികൾ തയ്യാറാക്കണം എന്നാണ് പറയുന്നത്. ജലം, പ്രകൃതി വിഭവങ്ങൾ പങ്കിടൽ തുടങ്ങിയ പൊതു താല്പര്യമുള്ള നിർണായക വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ആ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കരട് വികസന പദ്ധതി ഈ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി തയ്യാറാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് രണ്ടുപേർക്കും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കോമൺ ആയിട്ടാണ് അങ്ങനെ ഒരു ബോഡി ഉള്ളത്. അപ്പോൾ ZD നമ്മൾ പറഞ്ഞു. അടുത്തത് ZE ആണ്. ആർട്ടിക്കിൾ ZEയിൽ പറയുന്നതാണ് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി. നേരത്തെ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി ആണെങ്കിൽ ഇത് മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അതായത് ഓരോ മെട്രോപൊളിറ്റൻ ഏരിയയിലും ഒരു കരട് വികസന പദ്ധതി തയ്യാറാക്കുന്നതിനായി ഒരു മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി, അത് അവിടുത്തെ ഇതേപോലത്തെ പൊതുജന താല്പര്യമുള്ള എന്താ പറയുക പൊതു താല്പര്യമുള്ള ഇതേപോലത്തെ മെട്രോപൊളിറ്റൻ ഏരിയയിലെ നിർണായക വിഷയങ്ങളിലൊക്കെ ഒരു കരട് വികസന പദ്ധതി തയ്യാറാക്കുന്നതാണ് ഈ പറയുന്ന മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ ടോപ്പിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യനായിട്ട് മാത്രം ഒരു സെഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയൊക്കെയാണ് വരാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് അപ്പം നോക്കാം കേട്ടോ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ ആണോ? ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് 1996 ഓഗസ്റ്റിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നഗരകാര്യ തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച ഒരു മാർഗനിർദ്ദേശ രേഖ, ശ്രദ്ധേയമായ ഒരു മാർഗനിർദ്ദേശ രേഖയെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ പേരാണ് UDPFI, അർബൻ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു മാർഗനിർദ്ദേശ രേഖ വളരെ ശ്രദ്ധേയമാണ്. അതാരാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നഗരകാര്യ തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ചതാണ് 1996. ഓക്കെ, പിന്നെ പേര് നിങ്ങളെല്ലാവരും ഓർത്തു വയ്ക്കുക. അർബൻ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ്. അത് ഒരു മാർഗനിർദ്ദേശ രേഖയാണ്. ഇനി അതെന്താണ്? ഇത് പ്രകാരമുള്ള ആസൂത്രണത്തിൽ എന്തൊക്കെയുണ്ട്? അതായത് ഈ പറയുന്ന രേഖയിൽ പറയുന്ന ആസൂത്രണത്തിൽ ദീർഘകാല പദ്ധതികളുമുണ്ട്, ലോങ് ടേം സ്കീമുകളുമുണ്ട്, അതേപോലെ ഷോർട്ട് ടേം പദ്ധതികളുമുണ്ട്. മനസ്സിലായില്ലേ? ദീർഘകാല പദ്ധതികളും അതുപോലെ തന്നെ ചെറിയ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ സ്കീമുകളോ ആക്കി തിരിച്ച ഹ്രസ്വകാല പദ്ധതികളുമുണ്ട്. 52 പദ്ധതിയാണ് ഈ പറയുന്ന മാർഗരേഖയിലുള്ളത്. അതുപോലെ തന്നെ പദ്ധതികളുടെ നിയന്ത്രണം, അതുപോലെ തന്നെ പുനരവലോകനം എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങളും മാർഗരേഖയുടെ ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെ പദ്ധതികളാണ്, ആ പദ്ധതികളുടെ നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയാണ്, പുനരവലോകനം എങ്ങനെയാണ്, ഇതൊക്കെ സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഈ ഒരു മാർഗരേഖയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 4 ആസൂത്രണ പദ്ധതികളാണ് ഇതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന മെയിനായിട്ട് 4 ഒരു പ്ലാനിംഗ് സ്കീമുകളാണ് ഈ ഒരു പറയുന്ന മാർഗരേഖയിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പറയുന്നത് പെർസ്പെക്റ്റീവ് പ്ലാനാണ്. പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നതാണ് ആദ്യത്തേത്. ഇതൊരു ദീർഘകാലത്തേക്കുള്ള പദ്ധതിയാണ്. 20 മുതൽ 25 വർഷം എന്ന് പറയുന്ന അത്രയും ഇതിലേക്കുള്ള ഒരു റിട്ടേൺ രേഖയാണ്, ഇതൊരു ലിഖിത രേഖയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദീർഘകാലത്തേക്കുള്ളതാണെന്ന് ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. ഇതിലെന്തൊക്കെയാണുള്ളത്? ആവശ്യമായ മാപ്പുകൾ, ഡയഗ്രങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ, തന്ത്രങ്ങൾ, സ്ഥല സാമ്പത്തിക വികസനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഒരു അപ്രൂവിങ് അതോറിറ്റി, ഈ പെർസ്പെക്റ്റീവ് പ്ലാനിൻ്റെ ഒരു അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത്
അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ആരിലൂടെയാണ് ഇത് ചെയ്യുന്നത്? ത്രൂ സ്റ്റേറ്റ് ചീഫ് പ്ലാനർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് പ്ലാനറിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. അത് പുള്ളിനെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഒരു അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെൻറ്റ് പ്ലാൻ, രണ്ടാമത്തെ പ്ലാനാണ് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതായത് പെർസ്പെക്റ്റീവ് പ്ലാനിൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് ഈ ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ഷോർട്ട് ടേം ആണ്. ഒരു ജനറലി ഒരു 5 വർഷത്തേക്കുള്ള ഒരു ഹ്രസ്വകാല ഒരു ഷോർട്ട് ടേം പദ്ധതിയാണ് ഈ എന്ത് പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. പെർസ്പെക്റ്റീവ് പ്ലാനിൻ്റെ ചട്ടക്കൂടിനകത്ത് വരുന്ന ഒരു പദ്ധതിയാണിത്. ഇതൊരു ഹ്രസ്വകാലം, ഒരു ഷോർട്ട് ടേം ആണെന്ന് ആലോചിച്ച് നോക്കിയാൽ ജനറലി 5 വർഷമാണ്. അതായത് തദ്ദേശ സ്ഥാപനം അഥവാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിൽ, അപ്പോൾ തദ്ദേശ സ്ഥാപനത്തിനും അതുപോലെ ഇതര വകുപ്പുകൾക്കും, തദ്ദേശ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വികസനവും സ്ഥലപരമായ വികസനവും സാധ്യമാക്കുന്ന രീതിയിൽ ഭൂവിനിയോഗവും വികസനവും നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും ഡെവലപ്മെൻറ്റ് പ്ലാൻസിൽ വരുന്നത് ഭൂവിനിയോഗം, ലാൻഡ് യൂസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റും ഒക്കെ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഭൂവിനിയോഗമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് ആലോചിച്ച് വയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വികസനവും സ്ഥലപരമായ വികസനവും സാധ്യമാക്കുന്ന രീതിയിൽ ഭൂവിനിയോഗവും വികസനവും നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പൽ കൗൺസിൽ അഥവാ ഒന്നെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. മനസ്സിലായോ? അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ കോർപ്പറേഷൻ. ഓക്കെ, ഇനി ഒരു വാർഷിക പദ്ധതിയാണ്. വാർഷിക പദ്ധതി എന്ന് പറയുമ്പോൾ ആനുവൽ പ്ലാൻ. ഇതെന്താ പറയുന്നത്? തദ്ദേശ സ്ഥാപനങ്ങൾ അതത് സാമ്പത്തിക വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയതും ഓൾറെഡി നടന്നു വരുന്നതുമായ പദ്ധതികളുടെ വിശദ വിവരങ്ങൾ, അവയ്ക്ക് ആവശ്യമായ വിഭവ സമാഹരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ്. എന്ത്? വാർഷിക പദ്ധതി. അതായത് ഒരു വർഷത്തേക്കുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ അതത് സാമ്പത്തിക വർഷം ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയതായ പദ്ധതികൾ, ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ, ഇതിൻ്റെയൊക്കെ വിശദ വിവരങ്ങളും അതിന് വേണ്ടതായ വിഭവ സമാഹരണവുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്, വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഇതിൻ്റെ അപ്രൂവിങ് അതോറിറ്റി ആരായിരിക്കും? ഇതിൻ്റെ അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ സെയിം ആണ്. ഒന്നെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ. ഓക്കെ, ഇനി പദ്ധതി രേഖ അഥവാ സ്കീംസ് ഓർ പ്രോജക്ട്സ്. പദ്ധതി രേഖ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രോജക്ട്സ് എന്ന് പറയും, സ്കീംസ് ഓർ പ്രോജക്റ്റ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? വിശദമായ പ്രവർത്തന ക്രമീകരണമാണ്. അതായത് ഒരു പദ്ധതി നടക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രവർത്തന ക്രമീകരിക്കുക, വിശദമായ പ്രവർത്തനം ക്രമീകരണം, അതിൻ്റെ പോലെ വികസനത്തിന് ആവശ്യമായ ചെലവുകൾ, സാമ്പത്തിക സ്രോതസ്സ്, ഇതൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്. ഇതിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന സംഭവമാണ്. ആ ഒരു രേഖയാണ് പദ്ധതി രേഖ എന്ന് പറയുന്നത്. അതായത് ഒരു സ്കീം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ വിശദമായ പ്രവർത്തനത്തിൻ്റെ ക്രമീകരണം വേണം. അതേപോലെ അതിൻ്റെ ആവശ്യമായ ചെലവുകൾ, അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് പദ്ധതി രേഖ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പൽ പ്ലാനറാണ്. മനസ്സിലായല്ലോ? അപ്പോൾ പദ്ധതി രേഖയുടെ അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പൽ പ്ലാനറാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ 4 പദ്ധതികളായിരുന്നു. പെർസ്പെക്റ്റീവ് പ്ലാനിൻ്റെ അപ്രൂവിങ് അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ത്രൂ ദി സ്റ്റേറ്റ് ചീഫ് പ്ലാനർ. ഇനി ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ അപ്രൂവിങ് അതോറിറ്റി മുനിസിപ്പാലിറ്റി, അതാത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനുകളാണ്. വാർഷിക പദ്ധതിയുടെ അതാത് മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ കോർപ്പറേഷനാണ്. ഇനി പദ്ധതി രേഖ എന്ന് പറയുന്നത് ആരായിരിക്കും? മുനിസിപ്പൽ പ്ലാനറാണ്. അങ്ങനെ പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതാണ് പദ്ധതി രേഖയുടെ അപ്രൂവിങ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി സമകാലിക പ്രവണതകൾ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് റെലവൻ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ട്രെൻഡുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം.
നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അപ്രോച്ചാണ് നമ്മൾ എല്ലാ മേഖലയിലും ഇപ്പോൾ എന്താ പറയുന്നത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രധാനപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ബ്രെഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് 1987 ബ്രെഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബ്രെഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. ഈ കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചത് മുതലാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പദം നഗരാസൂത്രകർ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. എല്ലാ മേഖലയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അർബൻ പ്ലാനിങ്ങിൻ്റെ മേഖലയിലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു റിപ്പോർട്ടിന് ശേഷമാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് എന്തൊക്കെയാണ്? നിലവിലുള്ള രൂപരേഖകളും വികസനവും കൂടുതൽ എന്താക്കണം? സുസ്ഥിരമായ നിലയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പലവിധ ക്രമീകരണങ്ങളും പ്രതിവിധികളും നിർദ്ദേശിക്കുകയും സുസ്ഥിര നഗരങ്ങൾക്കുള്ള പല മാതൃകകളും അവതരിപ്പിക്കും. അപ്പോൾ ഓൾറെഡി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വരുമ്പോൾ അതിൻ്റേതായ പുതിയ മാതൃകകൾ ഈ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? അതിനോട് ബന്ധപ്പെട്ടിട്ട് പുതിയ മാതൃകകൾ, മോഡൽസ്, പുതിയ നിർദ്ദേശങ്ങൾ, റെക്കമെൻഡേഷൻസ്, അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഇതിലേക്ക് എന്ത് ചെയ്യും? അവതരിപ്പിക്കുകയുണ്ടായി. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ നഗരം ക്രമമില്ലാതെ നീണ്ടു പരന്നു കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കണം. അപ്പോൾ പറയുന്നത് എന്താണ്? സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആകണമെങ്കിൽ നഗരം എങ്ങനെയായിരിക്കണം? വെറുതെ ഒരു ഓർഡർ ഇല്ലാണ്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരവസ്ഥ ആയിരിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒഴിവാക്കണം. പിന്നെന്തായി? കുറഞ്ഞ ജനസാന്ദ്രതയുള്ള, അതായത് കുറഞ്ഞ ലെസ് പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള, അതേപോലെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന നഗരങ്ങൾക്ക് ഒരു ഊർജ്ജസ്വലത ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഏരിയ വേണ്ടത്? ഉയർന്ന ജനസാന്ദ്രതയും ഒതുക്കവുമുള്ള ദീർഘകാലം നിലനിൽക്കുന്ന നഗരങ്ങളാണ് സുസ്ഥിര നഗരവികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു സുസ്ഥിര നഗരവികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് എങ്ങനത്തെ കാര്യങ്ങളാണ്? ഉയർന്ന ജനസാന്ദ്രതയും ഒതുക്കവുമുള്ള ദീർഘകാലം നിലനിൽക്കുന്ന നഗരങ്ങളാണ്. മനസ്സിലായല്ലോ? ഉയർന്ന ജനസാന്ദ്രതയും ഒതുക്കവുമുള്ള ദീർഘകാലം നിലനിൽക്കുന്ന നഗരങ്ങളാണ്. അപ്പോൾ ആലോചിച്ച് വയ്ക്കുക, ഉയർന്ന ജനസാന്ദ്രതയുള്ള നഗരങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് ആലോചിച്ച് വയ്ക്കുക. വെറുതെ അങ്ങനെ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റേതായ ഒതുക്കങ്ങളും ദീർഘകാലം നിലനിൽക്കുന്നതുമായ നഗരങ്ങളെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമ്മുടെ നഗരവികസന പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞാൽ ആർക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആർക്കും ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പ്രിലിംസിൻ്റെ സമയം കുറവാണെങ്കിൽ 2 മാസം കൂടി ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അതിനിടയിൽ കൂടെ സമയം കിട്ടുമ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് ഈ മെയിൻസിൻ്റെ നോട്ടുകൾ കൂടി വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആർക്കും ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.